അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എലക്ഷൻ കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ട് വരുന്നതിന് മുമ്പുള്ള ഒരു ഇടവേളയിലാണ് നമ്മളുള്ളത്. നമ്മുടെ നാട്ടിലെ മുഖ്യധാരാ പാർട്ടികൾ, അതായത് കോൺഗ്രസ്, CPM, മുസ്ലിം ലീഗ്, അങ്ങനെ നമ്മുടെ രാഷ്ട്രീയത്തിലെ മുഖ്യധാരയിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയ പാർട്ടികൾ, അവർക്കൊക്കെ നിയമസഭാ സാമാജികരുണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഭൂരിപക്ഷം കിട്ടി ആര് ഭരണത്തിൽ വരും എന്നുള്ളതിൽ മാത്രമേ സംശയമുള്ളൂ. ഇവിടെ ഞാൻ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് മറ്റൊരു വിഷയമാണ്. അത് നമ്മുടെ ജനാധിപത്യ സംവിധാനത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ഈ ഘടനയുമായി ബന്ധപ്പെട്ട നിയമപരവും സാങ്കേതികവുമായ കാര്യങ്ങളെക്കുറിച്ചുള്ള എൻ്റെ അറിവിൻ്റെ പരിമിതി എൻ്റെ ഈ അഭിപ്രായ പ്രകടനങ്ങളിലും പ്രതിഫലിക്കും. ഈ ചില സമയത്ത് വിവരക്കേട് എന്ന് പറയുന്നതും നമുക്കൊരു ധൈര്യമാണല്ലോ. വിവരം മാത്രമല്ല, വിവരക്കേടും പലപ്പോഴും ധൈര്യമായിട്ട് മാറുന്ന ചില സന്ദർഭങ്ങളുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, BJPക്ക് നിയമസഭയിലേക്ക് പ്രാതിനിധ്യം ഇത്തവണ കിട്ടുമോ, ഉണ്ടെങ്കിൽ അത് എത്രയായിരിക്കും എന്നുള്ളതിൽ ഇതുവരെ കൃത്യമായിട്ടുള്ള ഒരു പ്രവചനം നടത്താൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. പലരും പലതും പറയുന്നുണ്ട്. അതുപോലെ ഈ തെരഞ്ഞെടുപ്പ് കാലയളവിൽ ഏറ്റവും കൂടുതൽ പേര് പരാമർശിക്കപ്പെട്ട SDPI, വെൽഫെയർ പാർട്ടി, ഇവർക്ക് ഏതായാലും നിയമസഭയിലേക്ക് പ്രവേശനം ഇല്ല. കാരണം അവരുടെ സ്ഥാനാർത്ഥികൾ മത്സരിച്ചിട്ടുണ്ടെങ്കിലും ജയസാധ്യത കുറവായിരുന്നു. വെൽഫെയർ പാർട്ടിയാണ് ഈ സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടില്ല എന്നാണ് തോന്നുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ, നമ്മുടെ രാഷ്ട്ര ജീവിതത്തിൽ, ഈ ജനതയുടെ സാമൂഹിക വ്യവഹാരങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും പങ്ക് ഉള്ള മുഴുവൻ സാമൂഹിക വിഭാഗങ്ങൾക്കും നമ്മുടെ നിയമസഭയിൽ ഏതെങ്കിലും തരത്തിലുള്ള സാന്നിധ്യം അറിയിക്കുന്നതിന്, അവർക്ക് പങ്കാളികളാകുന്നതിനുള്ള അവസരം സൃഷ്ടിക്കുന്ന തരത്തിൽ നമ്മുടെ ഈ ഘടനയിൽ ഒരു പരിഷ്കരണം വരുത്തുന്നതിനെ കുറിച്ച് നമ്മുടെ ബഹുമാനപ്പെട്ട സർക്കാരുകളും അതുപോലെ നമ്മുടെ ഇലക്ഷൻ കമ്മീഷനും എല്ലാം ഒരു പുനരാലോചന നടത്തണം എന്ന അഭ്യർത്ഥനയാണ് ഞാൻ മുന്നോട്ട് വെക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞതുകൊണ്ട് മാത്രം ഉടനെ ഇംപ്ലിമെന്റ് ചെയ്യുകയൊന്നും ചെയ്യരുത്. കാര്യമായിട്ടുള്ള ചർച്ചകളും ഒക്കെ ഈ വിഷയത്തിൽ ഉണ്ടാകണം. ഞാൻ പറഞ്ഞു വരുന്നത്, BJP അവർക്ക് ശക്തമായ സാന്നിധ്യം നമ്മുടെ കേരളത്തിലുണ്ട്. ഒരിക്കൽ O രാജഗോപാൽ വിജയിച്ചു. ഇത്തവണയും അവർക്ക് MLA ഉണ്ടാകുമെന്ന് ഉറപ്പില്ല. അങ്ങനെ MLA ഉണ്ടാകാതിരിക്കുന്നത് കൊണ്ട് BJP ഇവിടെ ഇല്ലാതെയാകുന്നില്ല, അല്ലെങ്കിൽ അവരുടെ ഇവിടുത്തെ സാന്നിധ്യം നിഷ്പ്രഭമായിരുന്നു എന്നതിനർത്ഥവുമില്ല. ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെട്ട SDPIക്കും അതുപോലെ വെൽഫെയർ പാർട്ടിക്കും നിയമസഭയിലേക്ക് ഇത്തവണയും മെമ്പർമാരുണ്ടായില്ല എങ്കിലും അവര് നമ്മുടെ ഈ നാട്ടിലെ സജീവതയുള്ള പൊതുപ്രവർത്തകരാണ്. നമ്മുടെ രാഷ്ട്ര വ്യവഹാരങ്ങളിൽ, നമ്മുടെ പൊതുകാര്യങ്ങളിലൊക്കെ വളരെ സജീവമായി, വളരെ സക്രിയമായി ഇടപെടുന്ന ആളുകളും ആണ്. അപ്പൊ BJPയെ സംബന്ധിച്ചിടത്തോളം, RSSനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രത്യയശാസ്ത്രം നമ്മുടെ വീക്ഷണത്തിൽ വംശീയമാണ്, മാനവിക വിരുദ്ധമാണ്, അല്ലെങ്കിൽ അത് നമ്മുടെ നാടിൻ്റെ മതേതര ഘടനയെ ചോദ്യം ചെയ്യുന്നതാണ്, നമ്മുടെ ബഹുസ്വര ഘടനയ്ക്ക് ഭീഷണിയാണ് BJP, RSS എന്നൊക്കെ പറയുന്നത്. അതുപോലെ SDPIയോട് വിയോജിക്കുന്ന ആളുകൾക്കും SDPIനെ പറ്റിയും വെൽഫെയർ പാർട്ടിയെ പറ്റിയും സമാനമായ അഭിപ്രായങ്ങളുണ്ട്. പക്ഷെ അവരൊക്കെ നമ്മളോടൊപ്പം ഈ നാട്ടിൽ ജീവിക്കുന്ന മനുഷ്യരാണ്. അവര് ശക്തമായ ഒരു സാമൂഹിക യാഥാർത്ഥ്യമാണ് എന്നുള്ളതിനെ നമുക്ക് നിരാകരിക്കാൻ, നിഷേധിക്കാൻ കഴിയില്ല. അവർക്കും ഈ നാട് എങ്ങനെയായിരിക്കണം, ഈ നാട്ടിലെ ഓരോ മണ്ഡലങ്ങളിലും എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചുള്ള വീക്ഷണങ്ങളും അഭിപ്രായങ്ങളും കാഴ്ചപ്പാടുകളും രൂപകൽപ്പനകളും അവർക്കൊക്കെ ഉണ്ട് താനും. പക്ഷെ അവർക്ക് നിയമസഭയിൽ ശബ്ദമില്ലാത്തത് കൊണ്ട് പലപ്പോഴും
അത് പ്രകടിപ്പിക്കാനോ ആവിഷ്കരിക്കാനുള്ള അവസരം കിട്ടുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് വോട്ടവകാശമില്ലാതെ ഇത്തരം സാമൂഹിക വിഭാഗങ്ങൾക്ക് നിയമസഭയിൽ അവരുടെ അഭിപ്രായം പ്രകടിപ്പിക്കുന്നതിന് അവസരം കിട്ടുന്ന തരത്തിൽ പരിമിതമായ സ്വഭാവത്തിലുള്ള ഒരു അംഗത്വം നമ്മുടെ ഈ പാർട്ടികൾക്കൊക്കെ, അത് ഞാൻ ഈ പേര് പറഞ്ഞ പാർട്ടികൾക്ക് മാത്രമല്ല, CPI, ML, SUCI, അതുപോലെ ദലിത് സംഘടനകൾ, ഇവരെയൊക്കെ ഈ രംഗത്തേക്ക് പരിഗണിക്കേണ്ടതാണ്. കാരണം അതിലൊക്കെ ഒരുപാട് ബുദ്ധിജീവികളുണ്ട്, ഒരുപാട് ആക്ടിവിസ്റ്റുകളുണ്ട്, ഈ രാഷ്ട്രത്തോട് സ്നേഹമുള്ളവരാണ്. മൗലികമായി തന്നെ അവരോട് നമുക്ക് വിയോജിപ്പുകൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളപ്പോൾ തന്നെ അവര് അവിരാമം സാമൂഹിക പ്രവർത്തനങ്ങൾ നടത്തുന്നവരാണ്. അതുകൊണ്ട് നിയന്ത്രിത സ്വഭാവത്തിലുള്ള നിയമസഭയിൽ വോട്ടവകാശം ഇല്ലാത്ത തരത്തിലുള്ള ഒരു അംഗത്വം ഉണ്ടല്ലോ. ഇപ്പൊ നമ്മുടെ KM ഷാജിയെ കോടതി അയോഗ്യത കൽപ്പിച്ച ആ സന്ദർഭത്തിൽ അദ്ദേഹം നിയമസഭാ സാമാജികനായി തുടർന്നു, പക്ഷെ അദ്ദേഹത്തിന് വോട്ടവകാശം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇതുപോലെയുള്ള ഒരു ഘടന ഉണ്ടാക്കുകയും ഞാൻ ഈ പറഞ്ഞ വിഭാഗങ്ങൾക്ക് നിയമസഭയിൽ അവരുടെ സാന്നിധ്യം അറിയിക്കാൻ, ഇപ്പൊ നമുക്ക് ഈ ദുരന്തങ്ങൾ ഉണ്ടാവുമ്പോൾ, ഇപ്പൊ വെള്ളപ്പൊക്കം, അല്ലെങ്കിൽ കോവിഡ്, അല്ലെങ്കിൽ യുദ്ധത്തിന്റെ കാലം പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ മുഖ്യധാരാ പാർട്ടികളെക്കാൾ സമൂഹത്തിന് ആശ്വാസം എത്തിക്കുന്നതിൽ വളരെ സംഭാവനകൾ അർപ്പിക്കാൻ കഴിയുക ചിലപ്പോ SDPIക്കായിരിക്കും, അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടിക്കായിരിക്കും, ജമാഅത്തെ ഇസ്ലാമിക്കായിരിക്കും, അല്ലെങ്കിൽ ചില പെന്തക്കോസ്ത് സംഘടനകളിൽപ്പെട്ട ആളുകൾക്കായിരിക്കും, ചില ദലിത് ആക്ടിവിസ്റ്റുകൾക്കായിരിക്കും, അല്ലെങ്കിൽ RSSന്റെ സേവാഭാരതിക്കായിരിക്കും. പക്ഷെ ഇവരുടെ അഭിപ്രായങ്ങൾ അവർക്ക് ഉത്തരവാദിത്തപ്പെട്ട വേദികളിൽ പറയാനോ അവതരിപ്പിക്കാനോ ഭരണകർത്താക്കളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനുള്ള അവസരമില്ല. അപ്പൊ ഇത് പരിഹരിക്കുന്നതിനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു പുനരാലോചനയെ കുറിച്ച് ബന്ധപ്പെട്ട അധികാരികൾ ഒന്ന് ആലോചിക്കണം എന്നാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്.